നിങ്ങൾക്ക് നാസയുടെ ഹബിൾ ടെലസ്കോപ്പിനെ പറ്റി അറിയാമല്ലോ. ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായ ടെലസ്കോപ്പുകളിലൊന്നാണ് ഹബിൾ. 1995 അസ്ട്രോണമറായിരുന്ന റോബർട്ട് വില്യംസ് ഹബിൾ ടെലസ്കോപ്പിനെ ആകാശത്തിലെ തീർത്തും ശൂന്യമെന്ന് തോന്നിച്ച ഒരു ഭാഗത്തേക്ക് പോയിന്റ് ചെയ്തു. ഉർസ മേജർ കോൺസ്റ്റലേഷനിലെ വളരെ ചെറിയൊരു പാച്ച് ആയിരുന്നു അത്. സൈസ് പറയുമ്പോൾ ഒരു ടെന്നീസ് ബോളിനെ 100 മീറ്റർ ദൂരത്തിൽ വെച്ചാൽ അല്ലെങ്കിൽ ഒരു സ്ട്രോയിലൂടെ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന അത്രയും വലുപ്പം. 1995 ഡിസംബർ 18 മുതൽ 28 വരെയുള്ള 10 ദിവസം തുടർച്ചയായി ഹബിൾ ആ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. അങ്ങനെ കിട്ടിയ ഫോട്ടോഗ്രാഫ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയെ തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഫോട്ടോയിൽ ഏതാണ്ട് 3000-ഓളം തിളങ്ങുന്ന പൊട്ടുകളുണ്ടായിരുന്നു. ആദ്യ കാഴ്ചയിൽ അവ നക്ഷത്രങ്ങളും തോന്നിച്ചെങ്കിലും സൂം ചെയ്തപ്പോഴാണ് കളി മാറിയത്. അത് നക്ഷത്രങ്ങളായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഗാലക്സികളായിരുന്നു. വ്യത്യസ്ത ഷേപ്പിലും സൈസിലും നിറങ്ങളിലുമുള്ള ഗാലക്സികൾ. ഈ ഇമേജിനെയാണ് ഹബിൾ ഡീപ്പ് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇതിൽ പതിച്ച ഓരോ ഫോട്ടോണുകളും ബില്യൺ കണക്കിന് വർഷങ്ങൾ യാത്ര ചെയ്തു വന്നവയാണ്. ഇതിൽ കാണുന്ന ഒട്ടുമിക്ക ഗാലക്സികളും ബിഗ് ബാങ്ങിനോട് തൊട്ടടുത്തുണ്ടായവയാണ്. അതായത് പാസ്റ്റിലേക്ക് തിരിച്ചു വെച്ച ഒരു ക്യാമറ പോലെ. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കോസ്മിക് ടൈം മെഷീൻ എന്ന് വിളിക്കാം. ഇതിൽ നിന്നും സയൻറ്റിസ്റ്റുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. ആദ്യകാല ഗാലക്സികൾ ഇന്നത്തേതിൽ നിന്നും ചെറുതും പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ലാത്തതുമായിരുന്നു. അവ കൂട്ടിയിടിച്ചും കൂടിച്ചേർന്നും ഇവോൾവ് ചെയ്തവയാണ് ഇന്ന് കാണുന്ന വലുതും മനോഹരവുമായ ഗാലക്സികൾ എന്നതിൻ്റെ നേരിട്ടുള്ള തെളിവായിരുന്നു ഈ ചിത്രം. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം 2003 ഇതിലും ഡീപ്പായി ഹബിൾ ആകാശത്തേക്ക് നോക്കി. അപ്പോൾ കിട്ടിയ ചിത്രമായിരുന്നു ഹബിൾ അൾട്രാ ഡീപ്പ് ഫീൽഡ്. 3000 അല്ല 10,000-ഓളം ഗാലക്സികളാണ് ആ ഒരു ചെറിയ സ്പേസിൽ നിന്നും കണ്ടുകിട്ടിയത്. ഇതുപോലെ കൂടുതൽ സ്പേസ് വിശേഷങ്ങൾ അറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.